أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله. ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ തലേന്നത്തും പെരുന്നാളിൻ്റെ അന്നത്തും വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ട് നമ്മളെ വീഡിയോ, അപ്പോൾ ക്ഷമിക്കണം. അപ്പം കുറേ ഉണ്ടായിന് കേട്ടോ. കുറേ നമ്മൾ വെട്ടിക്കുറച്ച് ഇതാ 18 മലോ 19 മലോ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് എവിടേക്കും എത്തിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒഴിവുള്ളപ്പോൾ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഫുള്ളായിട്ടും കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പെരുന്നാക്കിടാനുള്ള മാക്സിക്കൻ കേട്ടോ അടിക്കാൻ വേണ്ടി വെച്ചതാണ്. പക്ഷേ നമ്മളെ മെഷീന് നമ്മളെ കുറേ കളിപ്പിച്ചിട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ അടിച്ചുകാണ്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ വെള്ളം കലക്കുകയാണ് കേട്ടോ. ഇന്ന് ചെറുനാരങ്ങയും സർബത്തൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല അടിപൊളി വെള്ളമാണ്. അപ്പോൾ നല്ല കട്ടൊക്കെ ഉണ്ടിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഇനിയും എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഇനി ബാങ്ക് കൊടുക്കുന്ന 1 മിനിറ്റ് മുന്നേ ഉണ്ട് നമ്മൾ എടുക്കുള്ളൂ. അത്ര തണുപ്പിച്ചിട്ടാണ് കുടിക്കുള്ളൂ. അല്ലാതെ ഒരു നിവൃത്തിയില്ല കേട്ടോ. ചൂടുകൊണ്ട് ഭയങ്കര ചൂടാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് പൂളിയും ബീഫാണ്. അപ്പോൾ നമ്മൾ പൂളയും ബീഫും വെക്കുമ്പം തേങ്ങ വറുത്തരിക്കും കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കണേ, എന്താ ഇതിങ്ങനെ പദം ഇങ്ങനെ വരുന്നതെന്ന് വിചാരിച്ച് നിൽക്കണേ. അപ്പോൾ നമുക്കൊരു കിറ്റ് കിട്ടീന് കേട്ടോ. അപ്പോൾ അതിലൊരു 500ൻ്റെ വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണ ആണെന്ന് വിചാരിച്ചു കണ്ടാണ്, ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അതിൻ്റെ കളറും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വെളിച്ചെണ്ണ ആണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വെളിച്ചെണ്ണയ്ക്ക് അതാണ്ട് ഒഴിച്ച് പകുതി ആയിട്ടുണ്ട് എൻ്റെ വെളിച്ചെണ്ണ കുപ്പിയിൽ. അപ്പോൾ ഞാൻ അത് ചെറിയ ഒരു 500ൻ്റെ പേക്കാണ്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഒഴിച്ചിന് കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. രണ്ടാമത് ഞാൻ വേറെ എന്തിനോ നമ്മൾ ഈ പൂള വറവിടാൻ വേണ്ടി കണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ വീണ്ടും നല്ല പതട്ടോ. അപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഈ വെളിച്ചെണ്ണയ്ക്ക് ഓയിൽ ഒഴിച്ചപ്പോൾ ഉള്ള പദമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അതാണ് സംഭവം. പിന്നെ നമ്മൾ ബീഫൊക്കെ വെക്കുന്നുണ്ട്. ബീഫ് വെക്കുന്നത് സാധാരണ ബീഫ് വെക്കുന്ന മാതിരി തന്നെയാണ് കേട്ടോ. നമ്മളെങ്ങനെയാണ് ബീഫ് വെക്കുന്നത്, പിന്നെ തേങ്ങ അരച്ച് വാരുമ്പോൾ നമ്മൾ കുറച്ച് മല്ലിയൊക്കെ കുറയ്ക്കും. അപ്പം ഞാൻ അതിൽ 3 സ്പൂണ് മല്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ മസാലക്കറി വെക്കുമ്പോൾ മുളകും പൊടി അത്ര ഇടൂല. എന്നാലും നമ്മൾ ഈ പൂള ബീഫും വെക്കുമ്പോൾ നമ്മൾ കുറച്ച് മുളകും പൊടി ഇടും കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂണ് മുളകും പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം ചതച്ചരച്ചുകാണ്ട് അതും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ടിക്കാണ്ട് നല്ലോണം അടിച്ചങ്ങോട്ട് വരാം. എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് പൂളൊക്കെ ഒരു ഭാഗത്തുനിന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ ആ തേങ്ങയൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം തേങ്ങ വറുക്കുമ്പം നമ്മൾ ആ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് നല്ല ജീരകം, വലിയ ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി ഒക്കെ ആ ചൂട് വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താലുണ്ടല്ലോ നല്ല നെരിച്ചിലുണ്ടാവും കേട്ടോ. കുറച്ച് ഉലുവി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ അരയ്ക്കുമ്പോഴൊക്കെ നല്ലൊരു മണമാണ് കേട്ടോ. അതിന് വെളിച്ചെണ്ണയിൽ ആദ്യമേ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ നമ്മൾ വറുത്ത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാറിയിട്ട് നമുക്ക് അതൊക്കെ അരച്ചുകാണ്ട് നമ്മൾ പൂളയൊക്കെ ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഫസ്റ്റ് പറയേണ്ടത് ഞാൻ ലാസ്റ്റാണ് കേട്ടോ, എപ്പോഴും പറയുള്ളൂ. അപ്പോൾ നമ്മളെ ഈദ് മുബാറക്കായിട്ട് നമ്മളൊരു ഈദ് മുബാറക്കൊന്നും നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. അപ്പോൾ നമ്മളെ പൂളിയും ഇറച്ചിയും ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ രണ്ടാമതും വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ പദം ഇങ്ങനെ പൊന്തിയപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ അങ്ങനെ പദ പൊന്തുന്നത്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ വെളിച്ചെണ്ണ ചിലപ്പോൾ വെളിച്ചെണ്ണ ആവില്ല, ഓയിലാവുന്നു. പക്ഷേ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയും ഓയിലും ഒരുമിക്കുമ്പോൾ ഒരു പദം ഉണ്ടാവും. അപ്പോൾ അതാണ് സംഭവം. ഇനിയിപ്പോൾ നമുക്കത് ഒഴിവാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നല്ല ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ തന്നെയാണ് തൂമിച്ചത്. അപ്പോൾ നമ്മളെ പൂളിയും ബീഫും ഒക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ ചപ്പും പൊതിനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ തേങ്ങയും പാർന്ന് കൊടുത്താൽ നമ്മൾ ഇന്നത്തെ
നോമ്പ് തുറൻ്റെ വിഭവങ്ങൾ ഇവിടെ സെറ്റായിട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സും പൊരികളും ഒന്നുമില്ല കേട്ടോ. പൊരികളൊന്നും ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോഴേ നമുക്ക് കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു കാട്ടിക്കൂട്ടലൊക്കെയാണ്. ഫസ്റ്റ് മക്കൾക്കൊക്കെ പൊരിച്ചതും അതൊക്കെ വേണം. അപ്പം എന്നും ഒന്നരാട ഒക്കെ ആയിട്ട് ഉണ്ടാക്കും. പിന്നെ ലാസ്റ്റ് ആകുമ്പം പിന്നെ മക്കളൊന്നും പറയില്ല. പിന്നെ ഞാനത്ര അങ്ങനെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. മക്കൾ പറയും കേട്ടോ, വേണ്ടാന്നൊക്കെ പറയും കേട്ടോ. പിന്നെ തിന്നാൻ കഴിയില്ല അമ്മ എന്നൊക്കെ പറയും. ഫസ്റ്റത്തെ നോമ്പിൻ്റെ അന്നൊക്കെ അമ്മ ഒന്നും ഇല്ലേന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ പൊരിക്കടികളൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ കുറവാകുമല്ലോ. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ നമുക്കൊക്കെ ഇടക്കും തലക്കും ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ പൊരിക്കടികളൊക്കെ. അപ്പോൾ അതാ നമുക്ക് വത്തക്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ വെള്ളം ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ, ബാങ്ക് കൊടുക്കാനാവുന്നുള്ളൂ. അപ്പം അതിലെടുത്തിട്ടില്ല. അപ്പം നല്ല അടിപൊളി വെള്ളം കഴിഞ്ഞിട്ടോ. നമ്മൾ സർബത്ത് വാങ്ങിയിട്ട്, സർബത്തിൻ്റെ ഒരു കുപ്പി വാങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ. ഇവിടെ സർബത്ത് തീർന്നു, ഞാൻ കലക്കിയിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ മോന് ഇങ്ങനെ എന്തിനെങ്കിലൊക്കെ ഒഴിച്ച് കുടിക്കണ പണിയാണ് മക്കൾക്ക്. അപ്പോൾ പിന്നെ നമ്മൾ പെരുന്നാളൊക്കെ ആണ് എന്നൊക്കെ കേട്ട പാട് പിന്നെ നമ്മളെ ഇറച്ചിക്കാരനെ വിളിച്ച് ഇറച്ചിയൊക്കെ വാങ്ങിപ്പിച്ച് പിന്നെ രാവിലേക്കൊക്കെയുള്ള ഇറച്ചിക്കറി ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പം പത്തിരി ഉണ്ടാക്കണം. അപ്പം നമ്മളെ അയൽവാസിക്കൊക്കെ ഒന്ന് ഇച്ചിരി കൊടുക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് തലേന്നേ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണത്. തലേന്നേ ഞാൻ ഇറച്ചിക്കറി ഇങ്ങനെ വേവിച്ച് വെക്കും കേട്ടോ, എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട്. പിന്നെ രാവിലെ തേങ്ങ പാർന്നുകാണ്ട് വറവ് ഇട്ടുകാണ്ട് തിളപ്പിച്ചുകാണ്ട് നമ്മളെ പത്തിരിയും സെറ്റായാൽ നമ്മൾ ചായ കുടിക്കും. പത്തിരി കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരിക്കലും ഇവിടെ ഉണ്ടാവലില്ല. ഞാൻ ഇവിടെ രാവിലത്തെ ചായക്കടി കുടിച്ച് നമ്മളെ തറവാട്ടിലേക്ക് പോവലാണ് വെങ്ങാലിക്ക് കേട്ടോ. അപ്പം ഇപ്രാവശ്യം നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഉണ്ടായപ്പം കുറച്ച് ബിരിയാണി വെച്ചിട്ടാണ്. ഞാനങ്ങനെ ബിരിയാണി ഒന്നും വെക്കലില്ല. അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പം ഉമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എവിടേക്കും പോയിട്ടില്ല. മക്കളൊക്കെ പോയിട്ടോ. ഓരോ വാപ്പൻ്റെ വീട്ടിലും അളാപ്പാര വീട്ടിലൊക്കെ അവിടെ തൊട്ടടുത്ത് മൊത്തം ഞങ്ങളെ വാപ്പച്ചിൻ്റെ അനിയന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടൊക്കെ പോയി മക്കൾ. അപ്പം നമ്മളിതാ തലേന്ന് രാത്രിയാണ് കേട്ടോ ഇതൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ പത്തിരിയൊക്കെ ഇവിടെ നല്ലോണം 3 പാത്രത്തിൽ ഇതങ്ങനെ നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കുള്ളതും നമ്മളെ അടുത്തുള്ളവർക്ക് ഇച്ചിരി കൊടുക്കാനും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ആയിട്ട് പരുത്തി അവിടെ ടിന്നിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടക്കാൻ പോവാണ് കേട്ടോ. തുടക്കലും ഒക്കെ എല്ലാ പെരുന്നാൾക്കും ഞാൻ രാത്രി അങ്ങോട്ട് തുടച്ച് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ രാവിലെ നമുക്ക് പത്തിരിയും കറിയും അങ്ങോട്ട് ഉണ്ടാക്കി ചായയും കുടിച്ച് കാണി നമ്മൾ തറവാട്ടിലേക്ക് പോകും. തറവാട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കൽ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകലാണ്. ഇവിടെ ഞാൻ അങ്ങനെ ഒറ്റക്കായാൽ ഞാനൊന്നും ഉണ്ടാക്കലില്ല. ഞാനങ്ങനെ ബിരിയാണി ഒന്നും തിന്നൂലല്ലോ. പിന്നെ എൻ്റെ മക്കൾക്കായിട്ട് ഇത്തിരി ഉണ്ടാക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ തറവാട്ടിലേക്ക് പോകും കേട്ടോ. ചിലപ്പം തറവാട്ടിലേക്ക് തലേന്നേ പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവം. അപ്പോൾ ഞാൻ അകൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളിച്ച് പിന്നെ കുറച്ച് അരിയൊക്കെ വാരാൻ നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. 8 മണി സമയത്താണല്ലോ പെരുന്നാൾ നാളാണെന്ന് അറിഞ്ഞത്. അപ്പം അരിയൊന്നും വാരി വെച്ചിട്ടില്ല. അപ്പോൾ അരിയൊക്കെ നമ്മൾ ഫിത്ർ സക്കാത്തിൻ്റെ അരിയൊക്കെ നമ്മളിതാ നല്ലോണം സെറ്റാക്കി വെക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ മക്കളെ നമ്മൾ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് അടുക്കളയൊക്കെ വരുന്നത്. പത്തിരിയൊക്കെ ചുട്ട് നമ്മൾ 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 4:30 അങ്ങോട്ട് ഇറങ്ങി. അപ്പം പത്തിരിയൊക്കെ ചുട്ട് ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കാലി ചായക്ക്
നമ്മളിതാ ഒരു പഴക്കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തലേന്നേ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത്, ഇനി സമയമില്ലാത്തതുകൊണ്ട് അത് ഉണ്ടാക്കിയിട്ടില്ല. പഴക്കേക്ക് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ചട്ടിപ്പത്തിരി അല്ലെങ്കിൽ കേക്ക് അങ്ങനത്തെ ഒക്കെ ആണ് ഉണ്ടാക്കൽ. തലേന്നേ ഉണ്ടാക്കി വെക്കും. ഇപ്രാവശ്യം അത് ഉണ്ടാക്കി വെച്ചില്ല. അപ്പം നമ്മളിതാ കാലിച്ചായക്ക് നല്ല അടിപൊളി പഴക്കേക്ക് ഉണ്ടാക്കി. പിന്നെ പത്തിരി ഉണ്ടാക്കി. പിന്നെ ഇതാ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ച് ഒന്ന് വറുത്തെടുത്തുകൊണ്ട് ഞാൻ ടേബിളിന്മേൽ കൊണ്ടുപോയി വെച്ചിട്ടാ. അപ്പോൾ നല്ലോണം ഫാനൊക്കെ ഇട്ടപ്പോൾ നല്ലോണം പെട്ടെന്ന് അതിൻ്റെ ചൂടൊക്കെ ആറി. പിന്നെ ഞാൻ 5:30 സമയത്താണ് കേട്ടോ നിസ്കരിച്ചത്, സുബഹി നിസ്കരിച്ചത്. എന്നിട്ട് നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ തേങ്ങയൊക്കെ ചൂടാറിയപ്പം അതും അരിച്ച് കണ്ട് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ എൻ്റെ മോന് സുബഹി നിസ്കരിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പിന്നെ അതാ മക്കളെ നല്ല അടിപൊളി ചായയും പഴക്കേക്കൊക്കെ കൂട്ടി നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉമ്മാനെ കുളിപ്പിച്ച്, ഉമ്മാനെ നേരത്തെ എണീപ്പിച്ചിട്ടുണ്ട്. ഉമ്മാനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് കുളിക്കാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ കുറച്ച് നേരം വൈകിട്ടാ. അപ്പോൾ ഉമ്മ വിളിച്ചാൽ നീക്കൂലിട്ടാ, ഇങ്ങനെ കിടക്കും. അപ്പം ഉമ്മാനെ വിളിച്ച് നീപ്പിച്ച് പിന്നെ ഉമ്മാനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളും കുളിച്ച് പിന്നെ അതാ നമുക്ക് ഇനി പിന്നെ പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല കേട്ടോ. ഉള്ളി വെട്ടിയിട്ടുണ്ട്, തക്കാളിയൊക്കെ വെട്ടി നമ്മളിതാ മസാലയൊക്കെ പെട്ടെന്നാവാൻ വേണ്ടി കണ്ട് നമ്മളിതാ ഐഫ കിച്ചണിലെ ബിരിയാണിയാണ് കേട്ടോ. പക്ഷേ ഐഫ കിച്ചണിലെ ബിരിയാണി ആയിക്കണമെന്നറിയില്ല, ഏകദേശം അതുപോലെയൊക്കെ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. നമ്മൾ കണ്ടിനി ഈ പെട്ടെന്ന് നമുക്ക് മസാലയൊക്കെ ആവാൻ വേണ്ടി കണ്ട് നമ്മൾ ഐഫ കാണിച്ചു തന്നത് കേട്ടോ. അവളെ പേര് ഐഫ അല്ല, അവളെ മോളെ പേരാന്ന് തോന്നുന്നു കേട്ടോ, ഐഫാന്ന്. അപ്പോൾ അവൾ കാണിച്ചു തന്നീനി കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെയാണ് ഏകദേശമൊക്കെ ഞാൻ ആക്കിയത്. അപ്പം അപ്പോൾ പെട്ടെന്ന് ഒരു 3-4 വിസിലങ്ങോട്ട് അടിഞ്ഞപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം അങ്ങോട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഗരം മസാലയും മല്ലി 2 സ്പൂണും 1/2 സ്പൂണും മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് ഗരം മസാല, പിന്നെ കുരുമുളകിൻ്റെ പൊടി, പിന്നെ ചെറുനാരങ്ങൻ്റെ നീര്, കുറച്ച് തൈര്, കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ചുകൊണ്ട് വേവിച്ചിട്ടിട്ടുണ്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഉള്ള പേസ്റ്റും അതും ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഇളക്കി അതിലേക്ക് ഒരു നുള്ള് നെയ്യാണ് കേട്ടോ ഞാൻ ഇട്ടത്. നമ്മൾ ഐഫ നെയ്യല്ല ഇട്ടത്, അപ്പോൾ ഞാൻ നെയ്യാണ് ഇട്ടത്. അപ്പം എന്നിട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ചെടുത്തപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ ഏതായാലും നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ഗ്യാസുമേലാണ് വെച്ചത്. എന്നിട്ട് അത് തിളയ്ക്കാനായപ്പോൾ നമ്മളതിലേക്ക് ക്യാരറ്റും കറുകൻ്റെ പൂവും ഏലക്കായും കറുകൻ്റെ പട്ട ഉണ്ടെങ്കിൽ കറുകപ്പട്ട ഇടാം കേട്ടോ. പക്ഷേ നമ്മളെ അടുത്ത് കറുകപ്പട്ട ഇല്ലേനി. പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും, പിന്നെ ഞാൻ നേരത്തെ മുറിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ, അതിൻ്റെ ഒരു പുളി ചെറുനാരങ്ങൻ്റെ നീരും. പിന്നെ നമ്മളിതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് പതിച്ച പാട് ഒരു 1-2 പത വന്നപ്പോൾ തന്നെ ഞാൻ ഊറ്റിയിരുന്നു കേട്ടോ. 2 കിലോൻ്റെ ബിരിയാണിയാണ് കേട്ടോ, 2 കിലോ ഇറച്ചിയാണ്. പിന്നെ അതിൽ കുറച്ച് കഴുത്തും അതും ഇതൊക്കെ ഞാനവിടെ മാറ്റിയിട്ടുണ്ട്. നല്ല കഷ്ണങ്ങൾ മാത്രം അങ്ങോട്ട് ഫുള്ളും എടുത്ത് പിന്നെ കുറച്ചൊക്കെ മറ്റേ വേസ്റ്റുകളൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ നമ്മളെ ചിക്കൻ പൊരിച്ചതിൽ. അപ്പോൾ നമ്മളെ ചിക്കൻ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം അടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഐഫ കിച്ചൺ വീഡിയോ ഒക്കെ ഇടയ്ക്കൊക്കെ കാണലുള്ളൂ കേട്ടോ. ഇപ്പം പെരുന്നാളൊക്കെ ആവാൻ നേരത്ത് കുറേ ബിരിയാണിൻ്റെയും മന്തിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച് പിന്നെ ആ ഡൗൺലോഡ് വരെ ചെയ്ത് വെച്ചതാണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വെക്കല്ലോ, പക്ഷേ നമുക്കത് നല്ലോണം മനസ്സിലാവും കേട്ടോ. നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കേട്ടോ ചിലരൊക്കെ പറഞ്ഞു തരൽ. നമ്മളെ കുഞ്ഞോൾ താത്ത
ഒരു ബിരിയാണീൻ്റെ വെച്ചിന് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞോൾത്താത്താൻ്റെ ബിരിയാണിയിൽ കൈതച്ചക്ക ഇടണ കണ്ടീനി. അപ്പോൾ അത് ഇടണം എന്ന് വിചാരിച്ചിന്. പക്ഷേ നമ്മൾ ഇന്നലെ വീഡിയോ പോയി നോക്കുമ്പോൾ കൈതച്ചക്ക നമ്മൾ നോക്കി 2-3 വീഡിയോയിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതവിടെ നിർത്തി വെച്ച് പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ച്. ചിലരൊക്കെ പറഞ്ഞു തരുമ്പോൾ നല്ലോണം മനസ്സിലാവും. ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുന്ന ആളൊന്നല്ല കേട്ടോ. ഞാൻ കഴിക്കലുമില്ല. ഞാൻ എപ്പോഴും അതിനങ്ങോട്ട് മെനക്കെടലില്ല. മെനക്കെട്ടാലും മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നും ആവില്ല കേട്ടോ. ചില സമയത്തൊക്കെ മക്കൾ എന്തെങ്കിലുമൊക്കെ പറയിട്ടാ. അപ്പം ഞാൻ അതിന് മെനക്കെടലില്ല. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ചാട്ടുകൂട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടാവും. ഒരു പറയണതിന് കാര്യം ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്രാവശ്യം നമുക്ക് എവിടെയും പോകാനൊന്നുമില്ലല്ലോ. അപ്പോൾ ചിലരൊക്കെ ബിരിയാണിൻ്റെ വീഡിയോ നമ്മളെ ഐഫൻ്റെ വീഡിയോ ഒക്കെ ഞാൻ 2-3 ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണ്. അപ്പം മന്തിൻ്റെതും നെയ്ച്ചോറിൻ്റെതും ഒക്കെ ഇട്ടാ. അപ്പം നമുക്കത് നോക്കി നെയ്ച്ചോറ് അറിയാഞ്ഞിട്ടല്ല, നമുക്ക് ഈ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കാൻ അറിയാം കേട്ടോ. വലിയ രസമില്ലെങ്കിലും വെക്കാനൊക്കെ അറിയാം. പക്ഷേ അതിൻ്റെ കണക്കറിയില്ല കേട്ടോ. എത്ര ആൾക്ക് ഇത്ര വേണമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ നല്ല കണക്കും നല്ല കറക്റ്റ് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് നല്ല സുഖം അത് കേട്ട് മനസ്സിലാക്കാൻ. അപ്പം നമ്മളിത് ഐഫ കിച്ചണിലെ പെട്ടെന്ന് മസാല റെഡിയാകുന്ന രീതിയിലുള്ള ബിരിയാണിയാണ് ഇട്ടുണ്ടാക്കിയത്. പക്ഷെ അത്രക്കൊന്നും രസമൊന്നും ഇല്ല കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഏതായാലും എൻ്റെ അയൽവാസികൾ എന്നെക്കൊണ്ട് പെട്ട് എന്ന് പറയാം. മക്കൾ രാവിലെ പള്ളിയിലൊക്കെ പോയി വീട്ടിൽ വന്ന് ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പിന്നെ ഒരപ്പൻ്റെ വീട്ടിൽ പോയിട്ട് തറവാട്ടിൽ അവിടെ കുറേ വീടുണ്ട് അടുത്തടുത്ത്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വരമ്മാന്ന് പറഞ്ഞിക്കാണ്ട് ഓരെ പറഞ്ഞയച്ച് ഏതായാലും പോട്ടെ. അപ്പം പിന്നെന്തൊക്കെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മളെ നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ട്. തിന്നാൻ മൊഞ്ചുണ്ടോയെന്ന് പടച്ചോനക്കറിയാം. അപ്പോൾ ഏതായാലും എല്ലാവരും ചെയ്ത പോലെ ഞാനും ഒന്ന് വാരി വലിച്ച് തേച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയല്, ദം ബിരിയാണീൻ്റെ ഒക്കെ മാതിരി നല്ലോണം ഒട്ടിച്ച് തേച്ച്. അപ്പോൾ നോക്കുമ്പോൾ ഒട്ടിയൊക്കെ ചെയ്തിക്കണം കേട്ടോ. ഞാൻ വിചാരിച്ച് ഈ പാത്രത്തിൽ ഒട്ടൂല വിചാരിച്ച്. അമ്മാതിരത്തെ പണികളൊന്നും എടുക്കലില്ല കേട്ടോ. നല്ലോണം ചൂടുണ്ടായിക്കോട്ടെ വിചാരിച്ചുകൊണ്ട് അപ്പോൾ നല്ലോണം പാത്രമൊക്കെ മൂടി ഇങ്ങനെ വലിച്ചു വെക്കുമ്പോൾ നല്ലോണം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പെരുന്നാൾക്കത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വിചാരിച്ചുകൊണ്ട് കൊലയിമലൊക്കെ പോയി നിന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ വലിയൊക്കെ മനസ്സിലാകണമെന്നില്ല അല്ലേ. അപ്പോൾ അതാ നമ്മളെ പെരുന്നാളിൻ്റെ മാക്സിയാണ് ഇട്ടത്. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.